ഹലോ എല്ലാവർക്കും ഡി എ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്തെ കുറിച്ച് യാതൊരു പിടുത്തമല്ല കേട്ടോ. ഇന്നലെ രാത്രിക്ക് നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടോ നല്ല തെളിച്ചം. ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അന്തരീക്ഷമൊക്കെ ഫുള്ള് നല്ല വെളിച്ചട്ടോ, മഴക്കാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാനിത് അടുക്കളയിൽ എത്തിയപ്പോൾ ബ്ലാക്കി കണ്ടിട്ടുണ്ടേ. അപ്പോൾ അവൾ ഞാൻ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വരുന്നുണ്ടോയെന്നല്ല, അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉള്ള ആ സന്തോഷപ്രകടനം കേട്ടോ. ഞാൻ വരുന്നുണ്ടോയെന്നറിയാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവളെ വിട്ട് അങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഴിക്കുട്ടികളെയും വിട്ടാണ്ട് ഇതാ അവരൊക്കെ അതിൻ്റെ പിന്നാലെ തന്നെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു കൂട്ടിലായപ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടോ അവരെ കൂട്ടിലാക്കിയിട്ട് മറ്റുള്ളവരെ മാത്രം വിട്ടാൽ വിചാരിച്ച്. പക്ഷേ ആവുന്നത് വരെ നോക്കിയിട്ടും നടന്നില്ല. പിന്നെ എല്ലാവരും കൂടി വിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിലാക്കാൻ വിചാരിച്ച നേരെ നമ്മൾ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശ കേട്ടോ. ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയാൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ അങ്ങനെ പോകുമല്ലോ. അപ്പോൾ വിചാരിച്ചാൽ വേഗം സാമ്പാറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ വേഗം വെണ്ടയ്ക്കൊക്കെ റെഡിയാക്കി വെച്ചാൽ നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്നാവുമല്ലോ. ദേവൂട്ടന് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയാൽ അവനിന്ന് ദോശയും സാമ്പാറും കൊണ്ടുപോകാൻ വെച്ചിട്ട് വേഗം അത് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഉച്ച വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. എല്ലാ ശനിയാഴ്ച ഉണ്ടാവാറുണ്ട്, പക്ഷേ ഉച്ച വരെ ഉണ്ടാവാറുള്ളൂ. 1:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തുക. അപ്പോൾ എന്നോട് വന്നിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ ഈ ചോറ് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നത്. എന്നോട് എപ്പോഴും പറയും, അമ്മ ഈ ചോറുണ്ട് കഴിയുമ്പോഴേക്കും ബെല്ലടിക്കും, എനിക്ക് കളിക്കാനൊന്നും പോകണ്ടേ, അമ്മയ്ക്ക് രാവിലത്തെ ദോശ തന്നാൽ മതി. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയും, നീ ആ ദോശ കഴിക്കുന്ന പോലെ ചോറും കഴിച്ചാൽ മതിയേ, അപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ. എന്നാലും അവൻ പറയും, അമ്മയ്ക്ക് എന്താ ദോശ തന്നാൽ എനിക്ക് രാവിലത്തെ മതി. എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും വഴക്കാട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയും കാറ്റിയായിരുന്നു. അതുകൊണ്ട് രാവിലെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും സാമ്പാർ അരയ്ക്കാതെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു പ്ലാനിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് വന്നപ്പോൾ ഞാൻ വേഗം അതിക്കുള്ള നാളികേരമൊക്കെ ചിരവ് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയാലോ. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ സാമ്പാറിൽ 2-3 കിഴങ്ങൊക്കെ ഇടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആനിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ്. എപ്പോഴും പറയും, അമ്മ എനിക്ക് കിഴങ്ങ് വേണം കിഴങ്ങ് വേണം. അതുപോലെ തക്കാളി ഞാൻ തോല് ചെത്തിയിട്ടാട്ടോ. കാരണം തക്കാളി നമ്മൾ എത്ര വേവിച്ചാലും ആ തോല് അങ്ങനെ നിൽക്കില്ല, അതിൻ്റെ മുകൾ ഭാഗത്തെ തോല്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ തോല് ഇങ്ങോട്ട് ചെത്തും. എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ. വെണ്ടയ്ക്കൊക്കെ വാട്ടിയാണ്ട് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ നേരത്താണ് പുളി വെള്ളത്തിലിട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മറവികളാണ് കേട്ടോ. അപ്പോൾ വേഗം പുളിയൊക്കെ വെള്ളത്തിലിട്ട് അത് കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ നേരം അത് ഉടച്ച് അങ്ങനെ ഇരുന്നാണ്ടാണ് കേട്ടോ പിന്നെ പുളിയൊക്കെ ഇട്ടത്. അവന് ഒറ്റ വിസിലാണ് അത് വേവിക്കാമല്ലോ. എന്നും ഞാൻ അവന് ചോറ് കൊണ്ടുകൊണ്ട് രാവിലെ വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ. ഇന്നിപ്പോൾ അവന് ചോറ് കൊണ്ടുപോകാത്തത് കൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല. രാവിലത്തെ പരിപാടികൾ വേഗം നോക്കുകയാണേ. ഇന്നലെ അടുപ്പത്തൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് മാവ് ഞാൻ എന്താ ചെയ്യുക ചേച്ചി. പക്ഷെ വെള്ളം തിളപ്പിച്ചാണ്ട് അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിട്ടോ. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ ചെയ്യാം. അപ്പോൾ ദോശയൊക്കെ ചുട്ടാണ്ട് അത് വാങ്ങാൻ നേരത്താണ് ചട്ടുകം മറന്നത്. ചട്ടുകം പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ എന്താ ആനിമോള് കളിക്കാൻ കൊണ്ടിട്ടുണ്ട്. അവൾക്ക് എൻ്റെ ഓരോ സാധനങ്ങളായിട്ട് അവൾക്ക് ആവശ്യം. ഇപ്പോൾ ഇന്നലെ ചായപ്പൊടി പാത്രം ഞാനൊന്ന് കഴുകാടുത്തിരുന്നു, അതും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പോകുന്നു. പിന്നെ ഞാനിതാ ദോശ എന്തായാലും കരിഞ്ഞിട്ടില്ല, ഭാഗ്യമുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞ് ദോശ കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ദോശ ചുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ദേവൂട്ടൻ നീറ്റ് വന്നിട്ടുണ്ട്. അവനെന്നും ക്ലാസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും കേട്ടോ. ഈ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. ഈ നല്ല മഴയത്ത് എല്ലാവർക്കും മൂടിപ്പൊതിച്ച് കിടക്കാനല്ല ഇഷ്ടം. എന്നും ഏട്ടൻ്റെ അടുക്കളയ്ക്ക് കാണാറ് കേട്ടോ. പക്ഷേ ഇന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്ല അച്ഛൻ ഞാൻ നീറ്റിൽ ചോദിച്ചു. അച്ഛനും അനുമോളുണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അവരെയും കൂടി ഒന്ന് പോയി എടുത്തിട്ടോ. ദോശ ചുണ്ണേൻ്റെ ഇടയിൽ കൊണ്ട് ഈ പരിപാടികളൊക്കെ. എന്തായാലും ഭാഗ്യത്തിന് ദോശ ഒന്നും കരിഞ്ഞില്ലേ. ഇന്ന് എന്താണോ നാളേരം കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഒന്ന് വറവായി വന്നത്. അത് ഇങ്ങോട്ട് മുരിഞ്ഞ് വരുന്നതന്നെയല്ല. കുറേ നേരം അങ്ങനെ നിന്നു. പിന്നെ ഇതാ വേഗം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. നമ്മളിങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ദേവൂടിന് സ്കൂളിലേക്ക് ഇന്ന് ദോശ കൊടുത്തയക്കണത്. അപ്പോൾ അവൻ്റെ പാത്രം കൂടി ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് വന്നു. അവനെ ചുടുന്നത് വേഗം അതിക്കാണ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വേഗം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ റൂമത്തെ അംഗമൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളും നേരെ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും ഏത് നേരം കച്ചറയാണ് ഇപ്പോൾ. അവർ രണ്ടാളും കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ദേവൂടിനും കൂടി കേട്ടോ. ഏട്ടനും അന്നേരം വെറുതെ ഇങ്ങനെ കൈ വെച്ച് കളിക്കുന്നു കേട്ടോ. അപ്പോൾ ദേവൂടിൻ്റെ ദിവസം കൂടി ദേവൂടിനും കൂടി. അപ്പോൾ ഇവിടുത്തെ കണ്ടപ്പോൾ ഞാനും കൂടിട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ മേലെ കൈയ്യൊക്കെല്ലാം ഉഴയ്ക്കുന്നുണ്ടോ. ഞാനത് വെറുതെ പഴക്കോ, കിട്ടിയ അവസരമല്ലേ, അത് ഞാൻ നന്നായി മുതലാക്കി. അവരേട്ടൻ പറഞ്ഞു ഇത് പറ്റൂല ഫുള്ളിക്കാണെന്ന്. പിന്നെ ദേവൂട്ടൻ വന്ന് നമുക്ക് വേറെ രീതിയിൽ വെക്കാറുണ്ട്. ഞങ്ങൾ വെച്ചപ്പോൾ ഏട്ടൻ്റെ മേലെ ആനിമോളായിട്ടോ. അപ്പോൾ പിന്നെ ഏട്ടനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ
വീണ്ടും ഏട്ടൻ്റെ കൈൻ്റെ മേലെ ഞാനായി. പക്ഷെ എൻ്റെ കൈൻ്റെ നേരെ മേലെ ദേവൂട്ടനായിട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് കൊടുക്കുന്നതിനനുസരിച്ചൊക്കെ ദേവൂട്ടയ്ക്ക് തരാറായേ. വെറുതെ തുടങ്ങിയ കളിയാണ്. കളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ച് സമയം പോയത് അറിഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ദേവൂട്ടിന് ചായ കൊടുത്തിട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ പോയത്. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടും അവൻ്റെ ചാവടിയൊന്നും കഴിഞ്ഞിട്ടില്ലേ. അവന് കഴിക്കാൻ ഭയങ്കര സമയം വേണം. പിന്നെ അവൻ എപ്പോഴും ഞാൻ വാരി കൊടുക്കുന്നത് ഇഷ്ടം. പക്ഷെ ആനിമോൾ അങ്ങനെയല്ല, അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടം. സ്കൂളിൽ പോകുന്നിട്ട് എന്നുള്ള വീട്ടിൽ അമ്മയും മോൻ കച്ചറ. എന്താ സോക്കുന്നു പാപ്പ ദേവട്ട? സുഹൃത്തുക്കൾ എല്ലാ വീട്ടിലുണ്ട് അതുപോലെ. അത് കേട്ട് നിൽക്കണ ഇങ്ങനത്തെ അനിയത്തി ഉണ്ടാവും. അനിത്യ കൊച്ചാണ് ചീത്ത പയ്യ നോക്ക്, അമ്മേനെ ചീത്ത പറഞ്ഞ ചോറ് പറ്റൂല, ദോശ പറ്റുള്ളൂ, കളിക്കണം. ചോറുണ്ട് കഴിഞ്ഞാല് കളിക്കാനുള്ള സമയമല്ല. ദേവുടെ എക്സ്പ്രഷൻ കാണട്ടോ. ദേവട്ടാ നമുക്കൊന്നും പറയാം. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കില്ലെന്ന്. അയ്യോ വികൃതി കേട്ടോ. ഇത് വികൃതി കാട്ടാണ്. ക്യാമറ കണ്ട മെല്ലെ ഒതുങ്ങിയതാണ്. വില്ലത്ര കടന്ന പോയിക്കോ സ്കൂളിലേക്ക്. സ്കൈറ്റിംഗ് ഇല്ലെന്ന് മാഷോട് ചോദിക്കാം കേട്ടോ. ഉണ്ടോ പോകാൻ നേരത്ത് കുളത്ത് കേട്ടോ. കച്ചറ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. ചെറിയ പരിപാടി. അയ്യോ ഇത് ആശാന്തിയാണ്. ഞാൻ ഇനിയിപ്പോൾ പേടിച്ച് കറിയും. ഇങ്ങനെ പോയി കുളത്തിയിട്ട് ഇപ്പം ചെല്ലുമ്പോൾ കറിയും. കരഞ്ഞ ഞാൻ അമ്മേനെ ചീത്തട്ട് അങ്ങനെ പേടിത്തോറി ഓടി വിളിച്ചു. എന്നിട്ട് വാടി ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത്. അങ്ങനെ രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ബസ് വന്നിട്ടോ. ഇതാക്കണേ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് മഴയൊന്നും പെയ്യില്ല, എന്നാലും മഴ പെയ്യുന്നുണ്ട്. മഴ ഉണ്ടോ ചോദിച്ചാൽ മഴ ഉണ്ട്, മഴ ഇല്ലേ ചോദിച്ചാൽ മഴ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മക്കളും ഇങ്ങനെ തന്നെയാവില്ലേ, ഓരോ നിബന്ധനകൾ ഉണ്ടാവും സ്കൂളിൽ പോകുമ്പോൾ അവർക്ക്. അങ്ങനെ അവനൊക്കെ പറഞ്ഞാ നേരെ നമ്മൾ ഏട്ടനെ വിടാൻ പോവാണ്. Bye. എന്നും ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നാ ഒരു പുതുമ. ആനിമക്ക് അച്ഛൻ പോയപ്പോൾ പൈസ ആണ്. അങ്ങനെ ഏട്ടനെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുകയും ചെയ്തേ. അങ്ങനെ ഏട്ടനും പോയിട്ടോ. ഇന്നിപ്പോൾ രാവിലത്തെ പരിപാടികൾ മാത്രമേ ഒരുങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.